പശ്ചിമഘട്ടമില്ലെങ്കിൽ കേരളം ഒരു മരുഭൂമിയാണ്. പശ്ചിമഘട്ടമില്ലെങ്കിൽ ഇന്ത്യയിൽ 25 കോടി ജനങ്ങൾ അതിജീവന പ്രതിസന്ധിയിലാകും. അതുകൊണ്ട് ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ട് ഇടുക്കിയിലെ പാറമട തോട്ടം ലോബികളുടെ ഒരു സ്വകാര്യ പ്രശ്നമല്ല. ഈ സാഹചര്യത്തിലാണ് ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ടിൽ വെള്ളം ചേർത്ത കസ്തൂരിരംഗൻ റിപ്പോർട്ട് ഒരു കാരണവശാലും അംഗീകരിക്കരുത് എന്ന ആവശ്യം ഉയരുന്നത്. ഗാഡ്ഗിൽ കമ്മിറ്റിയുടെ റിപ്പോർട്ട് നല്ലപോലെ പഠിച്ച് അതിൻ്റെ ഗുണവശങ്ങൾ നടപ്പിലാക്കുന്നതിന് വേണ്ടി ശ്രമിക്കണമെന്നാണ് എനിക്ക് വിനീതമായി അഭ്യർത്ഥിക്കാനുള്ളത്. പശ്ചിമഘട്ട സംരക്ഷണത്തിന് ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ട് നടപ്പിലാക്കണമെന്ന് ആവശ്യപ്പെടാൻ ഇത്തരം വിമത ശബ്ദങ്ങൾ മാത്രമാണ് ബാക്കി. കേന്ദ്ര സർക്കാർ പോലും ഗാഡ്ഗിൽ കമ്മിറ്റിയെ തള്ളിയിരിക്കുന്നു. പകരം കസ്തൂരിരംഗൻ കമ്മിറ്റി റിപ്പോർട്ടാണ് കേന്ദ്ര സർക്കാരിന് പ്രിയം. എന്നാൽ കസ്തൂരിരംഗൻ മൊത്തം പശ്ചിമഘട്ടത്തിന്റെ 37% മാത്രം സംരക്ഷിച്ചാൽ മതിയെന്ന നിലപാടിലാണ്. മൊത്തം വെസ്റ്റേൺ ഗാർഡ്സ് 1,64,280 മറ്റുമാണ് അങ്ങേറ്റ കണക്ക് പ്രകാരം. അതിൽ 37% ഏരിയ നാച്ചുറൽ ഏരിയ ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ബാക്കിയുള്ളത് മുഴുവൻ കൾച്ചറൽ ഏരിയ ആയിട്ടാണ് മാറ്റിയിരിക്കുന്നത്. ഈ കൾച്ചറൽ ഏരിയ എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ പാറമടകളും കാര്യങ്ങളും ഇപ്പോൾ നടക്കുന്നത്. അപ്പോൾ അതിന് ഒരു വിഘാതം ഉണ്ടാവില്ല. ഗാഡ്ഗിൽ കമ്മിറ്റി പശ്ചിമഘട്ടത്തെ 3 സോണുകളായി തിരിച്ച് ശാസ്ത്രീയമായ സംരക്ഷണ പദ്ധതി ഒരുക്കി. എന്നാൽ കസ്തൂരിരംഗൻ സ്വാഭാവികം, സാംസ്കാരികം എന്നിങ്ങനെ 2ആയി തിരിച്ച് സംരക്ഷണ നടപടിയെ അട്ടിമറിച്ചു. അതായത് സ്വാഭാവിക ഭൂപ്രദേശം ഭൂരിഭാഗവും ഇപ്പോൾ ഖനന പരിധിയിൽ വരുന്നതാണ്. ഏറ്റവും കൂടുതൽ ഖനനം നടക്കുന്ന സാംസ്കാരിക ഭൂപ്രദേശത്താകട്ടെ നിയന്ത്രണങ്ങളുമില്ല. കസ്തൂരിരംഗൻ കമ്മിറ്റി റിപ്പോർട്ട് കൊണ്ട് ഫേവറബിളായിട്ടുള്ള, അതായത് അതിൻ്റെ പ്രയോജനം കിട്ടാൻ പോകുന്നത് മുഴുവൻ, ആനുകൂല്യങ്ങൾ കിട്ടാൻ പോകുന്നത് മുഴുവൻ ഈ പറഞ്ഞ ലോബികളാണ്. ഇല്ലീഗൽ ആക്ടിവിറ്റീസ് നടക്കുന്ന ലോബികൾ. ടൂറിസം ലോബിയുണ്ട്, കൺസ്ട്രക്ഷൻ ലോബിയുണ്ട്, ലാൻഡ് മാഫിയുണ്ട്, പിന്നെ ടിമ്പർ ലോബിയുണ്ട്, മൈനിങ് ലോബിയുണ്ട്. ഇവർക്കൊക്കെ ബെനിഫിറ്റ് കിട്ടും. സംരക്ഷിത മേഖലകളെ പോലും ചൂഷണത്തിന് തുറന്നു കൊടുക്കുകയാണ് കസ്തൂരിരംഗൻ. കാരണം ഇവിടെ പരിമിത നിയന്ത്രണമാണ് ശുപാർശ ചെയ്യുന്നത്. അതുകൊണ്ടാണ് വിവിധ ആദിവാസി സംഘടനകൾ ഗാഡ്ഗിലിനായി രംഗത്തെത്തിയിരിക്കുന്നത്. ഈ റിപ്പോർട്ട് അട്ടിമറിക്കാനും ദുർബലപ്പെടുത്താനും ഉള്ള വളരെ സംഘടിതമായൊരു നീക്കം റിപ്പോർട്ട് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ മുമ്പാകെ സമർപ്പിക്കപ്പെട്ട ആ ദിവസം മുതൽ കേരളത്തിലുണ്ട്. ഭരണകക്ഷികൾ ഉൾപ്പെടെ ഈ റിപ്പോർട്ട് തള്ളിക്കളയണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ശക്തമായൊരു ക്യാമ്പയിൻ നടത്തി. എന്തായാലും ആ റിപ്പോർട്ട് ഇപ്പം കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഗ്രീൻ ട്രൈബ്യൂണലിൻ്റെ പരിഗണനയിലുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള എതിർപ്പിൻ്റെ ഒരു പശ്ചാത്തലത്തിലാണ് കസ്തൂരിരംഗൻ റിപ്പോർട്ട് വന്നിരിക്കുന്നത്. യഥാർത്ഥത്തിൽ കസ്തൂരിരംഗൻ റിപ്പോർട്ട് അല്ല പരിഗണിക്കപ്പെട്ടത്, അതൊട്ടേറെ വെള്ളം ചേർക്കപ്പെട്ട റിപ്പോർട്ടാണ്. കസ്തൂരിരംഗൻ റിപ്പോർട്ട് നടപ്പിലാക്കിയാൽ പശ്ചിമഘട്ടത്തിൻ്റെ 63% ഭാഗത്തും ഖനനവും പാറപൊട്ടിക്കലും ആകാം. മാത്രമല്ല മലിനീകരണ വ്യവസായങ്ങൾ പോലും തുടങ്ങാം. പശ്ചിമഘട്ട മലനിരകൾ എന്ന് പറയുന്നത് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ പാരിസ്ഥിതിക ആവാസ വ്യവസ്ഥ നിലനിർത്തുന്നതിലെ വലിയൊരു പ്രകൃതി പ്രതിഭാസമാണ്. ഏതാണ്ട് 6 സംസ്ഥാനങ്ങളെ നേരിട്ട് 6 സംസ്ഥാനങ്ങളുടെ കാലാവസ്ഥ നിർണ്ണയിക്കുന്നതിൽ കേരളത്തെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഇടവപ്പാതിയും തുലാവർഷവും നമ്മുടെ ഞാറ്റുവേലയെല്ലാം സംരക്ഷിച്ചു വരുന്ന വലിയൊരു പ്രകൃതി പ്രതിഭാസമാണ് പശ്ചിമഘട്ട മലനിരകൾ. അത് ഏതാണ്ട് 25 കോടിയോളം ജനങ്ങളുടെ പ്രശ്നമാണ്. ആ 6 സംസ്ഥാനങ്ങളിലെ ജനങ്ങളുടേത് മാത്രമല്ല, പ്രകൃതിയിലെ സർവ്വചരാചരങ്ങളുടെയും പ്രശ്നമാണ്. അശാസ്ത്രീയ മാരകങ്ങൾ മുന്നോട്ട് വച്ചിട്ട് വൻകിട ഡാമുകൾക്ക് വരെ കസ്തൂരിരംഗൻ അനുമതി നൽകുന്നു. എന്നാൽ ഗാഡ്ഗിൽ സോണുകളുടെ പ്രാധാന്യമനുസരിച്ച് ജലവൈദ്യുതി പദ്ധതിയുടെ വലുപ്പം നിർണ്ണയിക്കണമെന്നാണ് പറഞ്ഞത്. കാലാവധി കഴിഞ്ഞ അണക്കെട്ടുകൾ ഡീകമ്മീഷൻ ചെയ്യണമെന്ന് പറഞ്ഞതിനെ പോലും ചിലർ തെറ്റായി വ്യാഖ്യാനിച്ചു.
കൃത്യമായി പറഞ്ഞ ഒരു കള്ളപ്രചരണമാണത്. ആദിവാസികളെന്നുള്ള നിലയിലല്ല, അനാദിവാസികൾ ഉൾപ്പെടെയുള്ളവരെ നിലവിൽ അധിവസിച്ചുകൊണ്ടിരിക്കുന്ന മേഖലകളിലെവിടെയും കുടിയിറക്കണം എന്ന റിപ്പോർട്ടിലെവിടെയും നിർദ്ദേശിച്ചിട്ടേ ഇല്ല. അങ്ങനെ ഒരു നിർദ്ദേശമേ ഇല്ല. മറിച്ച് അവരുടെ പങ്കാളിത്തത്തോടു കൂടി വനപരിപാലനം നടത്തണം എന്നാണ് പറയുന്നത്. റിപ്പോർട്ടിൻ്റെ ഊന്നൽ ഖനനം, വൻകിട താപനിലയങ്ങൾ, പിന്നെ ഈ പറയുന്ന 15,000 സ്ക്വയർ ഫീറ്റ് വലിയ നിർമ്മാണ പ്രവർത്തനങ്ങൾ, പിന്നെ അത്തരം പ്രവർത്തനങ്ങളെ പൂർണ്ണമായിട്ടും നിരോധിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. മറ്റ് എല്ലാ നിർദ്ദേശങ്ങളും ഇന്ന് ചെയ്യേണ്ടതോ ഉടനടി നാളെ ചെയ്യേണ്ടതോ ആയിട്ടില്ല. പണ്ട് സൈലന്റ് വാലിക്കായി നടന്ന പ്രക്ഷോഭത്തിന്റെ ആവർത്തനമായി ഗാഡ്ഗിൽ പ്രക്ഷോഭത്തെയും കാണണം. അന്നത്തേതിന്റെ ആവർത്തനം പോലെ ശാസ്ത്ര സാഹിത്യ പരിഷത്ത് CPIM-ന്റെ എതിർപക്ഷത്താണ്. ദേശാഭിമാനിൽ പിണറായി വിജയൻ്റെ ഒരു ലേഖനമുണ്ട്. അതിൽ ഈ കസ്തൂരിരംഗൻ റിപ്പോർട്ടിനെ അങ്ങനെ പൂർണ്ണമായിട്ട് സ്വീകരിച്ചിട്ടില്ല. ഗാഡ്ഗിൽ റിപ്പോർട്ടിനെ ഏതാണ്ട് അനുകൂലിച്ചുകൊണ്ടുള്ള റിപ്പോർട്ടാണ്. പക്ഷെ അവർക്കൊരിക്കലും, പ്രത്യേകിച്ച് തിരഞ്ഞെടുപ്പൊക്കെ അടുത്ത് വന്നിരിക്കുന്ന സമയത്ത് കുറേ ജനങ്ങൾ അറിഞ്ഞോ അറിഞ്ഞാതെയോ അതിനോ എതിർക്കുന്നുണ്ടെങ്കിൽ അവർക്ക് എതിരായിട്ട് ഉറക്കം പറയാൻ അവർക്ക് സാധിക്കും. ഞങ്ങൾക്ക് ഇതിനൊന്നും നാടിൻ്റെ പൊതു നന്മയല്ലാണ്ട് ഞങ്ങൾക്ക് പേഴ്സണലായിട്ടോ ശാസ്ത്ര സാഹിത്യ പരിഷത്ത് സംഘടനയ്ക്കോ ഒന്നും ഗെയിൻ ചെയ്യാനില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് പറയാൻ സാധിക്കും. എന്നുവെച്ചാൽ എംഗൽസൊക്കെ പരിസ്ഥിതി സംരക്ഷണത്തെക്കുറിച്ച് ഒരുപാട് പറഞ്ഞിട്ടാണ്. മാർക്സിസം എന്ന് പറയുന്നത് പരിസ്ഥിതി സംരക്ഷണത്തിന് വളരെ അനുകൂലമായിട്ടുള്ളതാണ്. പശ്ചിമഘട്ട സംരക്ഷണത്തിനായി വാദിക്കുന്നവർ അസംഘടിതരും ന്യൂനപക്ഷവുമാകാം. ഏംഗൽസിനെ മറന്നവർ പച്ചപ്പ് പിഴുതെറിയാൻ പറയുന്നുണ്ടാകാം. ഗാഡ്ഗിലിനെ ക്രൂശിക്കാൻ കത്തോലിക്കൻ അൽമായ കൂട്ടം ആരാവാരമിടുന്നുണ്ടാകാം. പക്ഷേ ഭൂമിയിൽ